ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കമ്പോണൻറ്റ് സിസ്റ്റംസിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ ഒരു സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ വേരിയബിൾസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ക്വാളിറ്റേറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഗിബ്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഫേസ് റൂൾ എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഐഡിയ പ്രപ്പോസ് ചെയ്തിരുന്നു. നമ്മളതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഗിബ്സ് ഫേസ് റൂൾ എന്ന്. അപ്പം അത്തരത്തിൽ പ്രപ്പോസ് ചെയ്യപ്പെട്ട ഗിബ്സ് ഫേസ് റൂളിനെ നമ്മളൊരു 3 കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്താണ് 3 കമ്പോണൻറ്റ് സിസ്റ്റം എന്ന് നമ്മൾ കാണണം, എങ്ങനെയാണ് ഫേസ് റൂള് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നും നമ്മൾ കാണും, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും. അപ്പോൾ അതിന് ഗിബ്സ് ഫേസ് റൂൾ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ദ ഫേസ് റൂൾ ഈസ് എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. അതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ്, സി നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ്, പി നമ്പർ ഓഫ് ഫേസസ്. അറ്റ് ഇക്വിലിബ്രിയം ഫോർ എ സിസ്റ്റം ഓഫ് എനി കോമ്പോസിഷൻ, അതായത് നമ്മൾ പറയുന്നൊരു കണ്ടീഷനുണ്ട്, ദ സിസ്റ്റം ഷുഡ് ബി അറ്റ് ഇക്വിലിബ്രിയം ഫോർ എനി കോമ്പോസിഷൻ. അപ്പം എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സി നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ്, പി നമ്പർ ഓഫ് ഫേസസ്. അപ്പോൾ +2 എന്ന് പറയുന്നതും സിഗ്നിഫിക്കൻ്റ് ആണ്, ടെമ്പറേച്ചറും പ്രഷറുമാണ് +2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഫേസ് റൂള് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിലെ ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. ഫേസ് എന്താണെന്ന് ആദ്യം നോക്കാം. എ ഫേസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പാർട്ട് ഓഫ് ദ സിസ്റ്റം വിച്ച് ഈസ് കെമിക്കലി ആൻഡ് ഫിസിക്കലി യൂണിഫോം ത്രൂ ഔട്ട്. പല ഡെഫിനിഷൻസ് ഫേസിന് വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഡെഫിനിഷൻ ഇതാണ്. അപ്പം നമ്മളൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വച്ചിരിക്കുന്നു. അപ്പോൾ വെള്ളമാണ് നമ്മുടെ സിസ്റ്റം, അത് കെമിക്കലിയും ഫിസിക്കലിയും യൂണിഫോമാണ്. നമുക്കത് മെക്കാനിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു കമ്പോണൻ്റ് ഒന്നും അതിൻ്റെ അകത്ത് ഇല്ല. ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് സോഡിയം ക്ലോറൈഡ് ഇട്ട് കൊടുക്കുന്നു. സോഡിയം ക്ലോറൈഡ് ഇട്ട് കൊടുക്കുന്നു, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് അതിനകത്തിട്ടു, നന്നായിട്ട് ഡിസോൾവ് ചെയ്യിച്ചു, യൂണിഫോമായിട്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടി. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒറ്റ ഫേസേ അതിനകത്തുള്ളൂ. സോഡിയം ക്ലോറൈഡ് അതിനകത്തുണ്ട്, ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കെമിക്കലി യൂണിഫോമാണ് സിസ്റ്റം. നമ്മൾ എവിടെ എടുത്ത് നോക്കിയാലും ഒരേപോലെയാണ് സോഡിയം ക്ലോറൈഡിൻ്റെ രീതി. അതുപോലെ ഫിസിക്കലി യൂണിഫോമാണ്, നമുക്കതിനെ മെക്കാനിക്കലി സെപ്പറേറ്റ് ചെയ്തെടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഫിൽറ്റർ ചെയ്യുക പോലുള്ള പരിപാടികളൊന്നും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നമുക്ക് സാധിക്കില്ല. അതേസമയം നമ്മൾ പിന്നെയും സോഡിയം ക്ലോറൈഡ് അങ്ങ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു പരിധി എത്തിക്കഴിയുമ്പം സാച്ചുറേറ്റഡ് സൊല്യൂഷനിലെത്തി. പിന്നെയും നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡിസോൾവ് ചെയ്യാതെ സോളിഡായിട്ട് നമുക്ക് കിടക്കും. അത്തരത്തിൽ കിടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു മെക്കാനിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ 2 ഫേസസ് ഉണ്ട്. കെമിക്കലി ആൻഡ് ഫിസിക്കലി യൂണിഫോം അല്ലാത്ത 2 ഫേസസ് നമ്മുടെ സിസ്റ്റത്തിലുണ്ടെന്ന് പറയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഫേസ്. ഇനി നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കെമിക്കൽ സ്പീഷീസ് നെസസറി ടു ഡിസ്ക്രൈബ് the composition of each and every phase of the system in equilibrium. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, നമുക്കറിയാം അതിനകത്ത് വെള്ളവുമുണ്ട് സോഡിയം ക്ലോറൈഡും ഉണ്ട്. അപ്പം അതിനകത്ത് 2 കെമിക്കൽ സ്പീഷീസുകളുണ്ട്. ഈ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അളവ് വ്യത്യാസം വരാം. ചിലപ്പം 1/2 സ്പൂൺ ഉപ്പിടാം, 1 സ്പൂൺ ഉപ്പിടാം, 1.5 സ്പൂൺ ഉപ്പിടാം. അപ്പം നമുക്കത് ഡിഫൈൻ ചെയ്ത് പറയണമെങ്കിൽ കൃത്യമായി എത്ര അളവ് സോഡിയം ക്ലോറൈഡ് അതിനകത്തുണ്ടെന്ന് അറിയണം, അതുപോലെ വെള്ളമുണ്ടെന്ന് പറയണം. അപ്പോൾ അവരെ 2 പേരെയും നമ്മൾ 2 കമ്പോണൻറ്റുകളാണെന്ന് പറയും. ഇനി നമുക്കറിയേണ്ടത് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം നമ്പർ ഓഫ് ഇൻറ്റൻസീവ് വേരിയബിൾസ് ദാറ്റ് മസ്റ്റ് ബി സ്പെസിഫൈഡ് to know the values of all the remaining intensive variables. അപ്പോൾ നമുക്ക് പല വേരിയബിൾസ് പറഞ്ഞാലേ ഒരു സിസ്റ്റം ഡിഫൈൻഡ് ആവുള്ളൂ. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചിരിക്കുന്നു, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ സോഡിയം ക്ലോറൈഡിൻ്റെ അളവ് ഒരു വേരിയബിളാണ്, വെള്ളത്തിൻ്റെ അളവ് മറ്റൊരു വേരിയബിളാണ്, പിന്നെ ടെമ്പറേച്ചറും പ്രഷറും കൂടി ഡിഫൈൻ ചെയ്യണം. അപ്പോൾ 4 വേരിയബിൾസ് അവിടെയുണ്ട്. അപ്പം ഇങ്ങനെ എത്ര എണ്ണം പറഞ്ഞാൽ, മിനിമം പറഞ്ഞാലാണ് നമ്മളുടെ സിസ്റ്റം ഡിഫൈൻഡ് ആകുന്നത്. ചിലപ്പം
നമുക്ക് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പുകളൊക്കെ വഴി രണ്ടെണ്ണം അറിയാമെങ്കിൽ മൂന്നാമത്തേത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം ഉണ്ടാവും. അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. അത്തരത്തിൽ മിനിമം എത്ര ഇൻറ്റൻസീവ് വേരിയബിൾ വേണം സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ, ദാറ്റ് ഈസ് കോൾഡ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമ്മൾ ഫേസ് എന്താണെന്ന് കണ്ടു, കമ്പോണൻസ് എന്താണെന്ന് കണ്ടു, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് കണ്ടു. ഇനി സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാകുമ്പോഴാണ് ഫേസ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി നമുക്ക് കാണണം. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഇൻ തെർമൽ ഇക്വിലിബ്രിയം. അതായത് ദ ടെമ്പറേച്ചർ ഓഫ് ഓൾ ദ ഫേസസ് പ്രസൻറ്റ് അറ്റ് ഇക്വിലിബ്രിയം മസ്റ്റ് ബി സെയിം. ഇപ്പോൾ ഒരു ഫേസേ ഉള്ളെങ്കിൽ അതിൻ്റെ എല്ലാ പോർഷനിലും, ഒന്നിലധികം ഫേസസ് ഉണ്ടെങ്കിൽ എല്ലാ ഫേസസിലും ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് സിസ്റ്റം ഷുഡ് ബി അറ്റ് തെർമൽ ഇക്വിലിബ്രിയം. രണ്ടാമത് ദാറ്റ് ഷുഡ് ബി മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ഓൾ ദ ഫേസസ് ഷുഡ് ബി അറ്റ് സെയിം പ്രഷർ. എത്ര ഫേസസ് ഉണ്ടോ അതിൻ്റെ എല്ലാ പോർഷനിലും എല്ലാ ഫേസസിലും സെയിം പ്രഷർ തന്നെ ആയിരിക്കണം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം. ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് എനി കമ്പോണൻറ്റ് ഈസ് ദ സെയിം ഇൻ ഓൾ ഫേസസ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ അതിൻ്റെ അകത്ത് പല കമ്പോണൻറ്റുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ കമ്പോണൻറ്റുകൾ പലപ്പോഴും ഒന്നിലധികം ഫേസസിലും ഉണ്ടാവും. ആ ഫേസസിലെല്ലാം നമ്മുടെ കമ്പോണൻറ്റിൻ്റെ ഐ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ആണെങ്കിൽ ആ കമ്പോണൻറ്റിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ഷുഡ് ബി സെയിം. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് ഇക്വിലിബ്രിയം ആണ് എന്ന് പറയാനായിട്ട് പറ്റൂ. കംപ്ലീറ്റ് ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം ആയിരിക്കണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആയിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയം ആയിരിക്കണം. ഇനി നമ്മൾ നേരെ 3 കമ്പോണൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്നു. 3 കമ്പോണൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 3 കമ്പോണൻറ്റുകളുള്ള, കെമിക്കലി ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള 3 കമ്പോണൻ്റ് ഉള്ള ഒരു സിസ്റ്റത്തെ നമുക്ക് 3 കമ്പോണൻറ്റ് സിസ്റ്റം എന്ന് പറയാം. നമുക്ക് നേരെ അത്തരം ഒരു സിസ്റ്റത്തിൻ്റെ കേസിലേക്ക് വരാം. ഇൻ എ സിസ്റ്റം ഓഫ് 3 കമ്പോണൻറ്റ്സ് by the Gibbs phase rule. ഫേസ് റൂൾ എന്താ? എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 ആണ്. ഇവിടെ എത്ര കമ്പോണൻറ്റുകളുണ്ട്? 3 കമ്പോണൻറ്റുകളുള്ള ഒരു സിസ്റ്റത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ഫേസ് റൂൾ. അപ്പോൾ നമ്മൾ പറയുകയാണ് വേരിയൻസ് എഫ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തെ വേരിയൻസ് എന്ന് കൂടി നമുക്ക് പറയാം. എത്ര കമ്പോണൻറ്റുകൾ നമുക്ക് വേണം ഇതിനെ ഡിഫൈൻ ചെയ്യാനെന്നാണ് നോക്കുന്നത്. എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 ആണ്. ഇവിടെ സി ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ 3 കമ്പോണൻറ്റ് സിസ്റ്റം. 3 മൈനസ് പി പ്ലസ് 2 നമ്പർ ഓഫ് ഫേസസ് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി അവിടെ പറയുന്നു അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 5 മൈനസ് പി. ഇഫ് പി ഈസ് മാക്സിമം ദെൻ എഫ് ഈക്വൽ ടു 0. എഫ് ഈക്വൽ ടു 0 വരണമെങ്കിൽ പി ഷുഡ് ബി ദ മാക്സിമം വാല്യൂ. ദസ് ഫോർ ആൻ ഇൻവേരിയൻറ്റ് സിസ്റ്റം നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആണ്. ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ടെമ്പറേച്ചർ, പ്രഷർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ്. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പറയണം പി മാക്സിമത്തിലെത്തണം. ഈ കേസിൽ വരുവാണെങ്കിലോ 5 ഫേസസ് ഷുഡ് ബി പ്രസൻറ്റ് അറ്റ് ദ സിസ്റ്റം ആൻഡ് ദേ ഷുഡ് ബി അറ്റ് ഇക്വിലിബ്രിയം. കാരണം എഫ് 0 ആണെങ്കിൽ 5 മൈനസ് പി ആണ്. അപ്പോൾ 5 മൈനസ് 5 വന്നാലേ എഫ് 0 ആവുള്ളൂ, അതായത് ഇൻവേരിയൻറ്റ് സിസ്റ്റം ആവുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ പി 5 ആയിരിക്കണം, അതായത് 5 ഫേസസ് ഇക്വിലിബ്രിയത്തിലിരിക്കണം. ഹെൻസ് ഇൻവേരിയൻറ്റ് സിസ്റ്റം വിൽ എക്സിസ്റ്റ് അറ്റ് എ ക്വിൻറ്റപ്പിൾ പോയിൻറ്റ്. അതായത് 5 സിസ്റ്റംസ് അല്ലെങ്കിൽ 5 ഫേസസ് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ആ പോയിൻറ്റിനെയാണ് നമ്മൾ ക്വിൻറ്റപ്പിൾ പോയിൻറ്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ വാട്ടർ സിസ്റ്റംസ് ഒക്കെ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിങ്ങൾ ട്രിപ്പിൾ പോയിൻറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ 5 ഫേസസ് ഇക്വിലിബ്രിയത്തിലിരിക്കുന്നു. ദാറ്റ് പോയിൻറ്റ് ഈസ് കോൾഡ് ക്വിൻറ്റപ്പിൾ പോയിൻറ്റ്. ദസ് അറ്റ് ക്വിൻറ്റപ്പിൾ പോയിൻറ്റ് 3 ലിക്വിഡ് ഫേസസ്, 1 സോളിഡ് ഫേസ് ആൻഡ് 1 വേപ്പർ ഫേസ് മേ പ്രസൻറ്റ് ഓർ എനി അതർ കോമ്പിനേഷൻസ്. അപ്പോൾ ഇന്ന രീതിയിൽ വേണമെന്നൊന്നുമില്ല. നമ്മളൊരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. 3 ലിക്വിഡ് ഫേസസ്. എങ്ങനെയാണ് 3 ലിക്വിഡ് ഫേസ് വരുന്നത്? ഇപ്പോൾ വെള്ളവും ഒരു ഓർഗാനിക് കോമ്പൗണ്ടും കൂടെ നമ്മൾ എടുത്തു വെക്കുന്നു. നമ്മൾ സെപ്പറേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് കാണുന്നതാണ്. സെപ്പറേറ്റിംഗ് ഫണലിൽ ഒരു ഓർഗാനിക് ലെയറും അക്വസ് ലെയറും എടുത്തു വരിക്കുന്നു. രണ്ടും ലിക്വിഡ്സ് ആണ്, പക്ഷേ അവർ തമ്മിൽ നമുക്ക് മെക്കാനിക്കൽ സെപ്പറേഷൻ പോസിബിൾ ആണ്. ദർ ഈസ് എ ബൗണ്ടറി. അതുപോലെ 3 ലെയറുകൾ വരുന്നു. അപ്പോൾ 3 ലിക്വിഡ് ഫേസസ്, 1 സോളിഡ് ഫേസ് ആൻഡ് 1 വേപ്പർ ഫേസ്. 5 ഫേസസ് ഇക്വിലിബ്രിയത്തിലായി. ഇനി ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2 ലിക്വിഡും 2 സോളിഡും 1 വേപ്പറും ആവാം. എന്തായാലും വേപ്പർ ഒന്നേ പറ്റത്തുള്ളൂ, കാരണം അത് യൂണിഫോം ആണ്, ഹോമോജനസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
ഒറ്റ ഫേസസ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ പല കോമ്പിനേഷനിൽ ഇത് സാധിക്കും. എങ്ങനെയാണെങ്കിലും 5 ഫേസസ് ഇക്വിലിബ്രിയത്തിൽ ഉണ്ടായിരിക്കണം. ഇഫ് ദ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 1 ഫേസ്, ഇനി നമ്മുടെ ഈ കംപ്ലീറ്റ് സിസ്റ്റവും ഒറ്റ ഫേസ് ആയിട്ടാണ് ഇരിക്കുന്നത്. 3 കമ്പോണൻ്റ് ഉണ്ട്, പക്ഷേ എല്ലാം സൊല്യൂബിളാണ്. നമ്മൾ വെള്ളത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ദർ ഷുഡ് ബി 4 വേരിയബിൾസ് ടു ഡിസ്ക്രൈബ് ദ സിസ്റ്റം. നമ്മൾ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിൽ 4 വേരിയബിൾസ് വേണം. ടെമ്പറേച്ചർ, പ്രഷർ, മോൾ ഫ്രാക്ഷൻസ് ഓഫ് എനി 2 കമ്പോണൻറ്റ്സ് മസ്റ്റ് ബി നോൺ. അപ്പോൾ 3 കമ്പോണൻ്റ് ഉണ്ട്. ആ 3 കമ്പോണൻ്റ് കൂടി എല്ലാം സൊല്യൂബിളായി ഒറ്റ ഫേസ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാനൊന്നും പറ്റത്തില്ല. മെക്കാനിക്കലി സെപ്പറബിൾ അല്ല, അതിന് ബൗണ്ടറീസ് ഒന്നുമില്ല, നമുക്ക് ഒറ്റ ഫേസ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് പറയണം, പ്രഷർ എത്രയാണ് പറയണം, മോൾ ഫ്രാക്ഷൻസ് ഓഫ് എനി 2 കമ്പോണൻറ്റ്സ് മസ്റ്റ് ബി നോൺ. അപ്പം മൂന്നാമത്തെ കമ്പോണൻ്റ് മോൾ ഫ്രാക്ഷൻ വേണ്ടേ? അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു 1. ഇപ്പോൾ x1, x2, x3 ഇവരുടെ മോൾ ഫ്രാക്ഷൻസ് ആണെങ്കിൽ x1 + x2 + x3 = 1 ആണ്. അപ്പോൾ x1ഉം x2ഉം അറിയാമെങ്കിൽ x3 നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ 2 മോൾ ഫ്രാക്ഷൻസ് മതി. അപ്പോൾ 4 വേരിയബിൾസ് വേണം നമുക്കവിടെ ഈ പറയുന്ന സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യാം. നേരത്തെ ഇക്വേഷനിൽ നിന്നിട്ട് കൊടുക്കുക, F = C - P + 2. C എന്ന് പറഞ്ഞാൽ 3 - ഒറ്റ ഫേസേ ഉള്ളൂ 1 + 2. അപ്പോൾ 2 + 2 4 വന്നു. ഇതാണ് വേരിയബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എത്ര ഇൻറ്റൻസീവ് വേരിയബിൾസ് വേണം മിനിമം നമ്മുടെ സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി? ദ ഫേസ് ഡയഗ്രാം നീഡഡ് വിൽ ബി 4 ഡയമെൻഷണൽ. അപ്പോൾ 4 വേരിയബിൾസ് വേണം. അപ്പോൾ നമ്മളൊരു ഗ്രാഫായിട്ട് അതിനെ വരയ്ക്കാനായിട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ 2 കമ്പോണൻറ്റ് സിസ്റ്റമൊക്കെ വരച്ചിട്ടുണ്ടാകും. നമ്മൾ നാഫ്തലിൻ ബൈഫിനൈൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ ലാൻഡിൻ്റെയും കോൺസെൻട്രേഷൻസ് ആണ് വരയ്ക്കുന്നത്. നമുക്കൊരു ഗ്രാഫ് എടുത്ത് 2 ഡയമെൻഷനിലായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ 4 വേരിയബിൾസ് ഉണ്ട് ഈ സിസ്റ്റത്തിൽ. സോ വി നീഡ് എ ഡയഗ്രാം വിച്ച് ഈസ് 4 ഡയമെൻഷണൽ. ആക്ച്വലി 3 ഡയമെൻഷനിൽ പോലും വരയ്ക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 ഡയമെൻഷനിൽ തന്നെ കഷ്ടപ്പെട്ടാണ്. അതിന് വേണമെങ്കിൽ മോഡലൊക്കെ വെച്ച് 3 ഡയമെൻഷനിലാക്കി മാറ്റിയെടുക്കാം. അപ്പോഴാണ് നമ്മുടെ 4 ഡയമെൻഷണൽ ഗ്രാഫ് വരയ്ക്കാൻ പറയുന്നത്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അപ്പം നമ്മൾ ഈ കാര്യത്തെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. 4 വേരിയബിൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 4 എണ്ണം ഉള്ളത് കൊണ്ടാണ് ഇത് 4 ഡയമെൻഷൻസ് വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് 2 ഡയമെൻഷനിലേ വരയ്ക്കാൻ പറ്റുള്ളൂ. സിമ്പിൾ ഒരു ഗ്രാഫ് എടുത്ത് വരയ്ക്കണം. അതിനു വേണ്ടി 2 ഡയമെൻഷനിലായിട്ടേക്ക് ഇതിനെ മാറ്റിയെടുക്കണം. അതിനൊരു മാർഗ്ഗമുണ്ട്. ഈ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ 2 വേരിയബിൾസേ ഉള്ളൂ. ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ് ബൈ കീപ്പിംഗ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കോൺസ്റ്റൻറ്റ്. Thus the phase diagram of such a system can be represented by using the method of equilateral triangle. അപ്പോൾ നമ്മൾ 2 ഡയമെൻഷനിലായിട്ടാണ് വരയ്ക്കുന്നത്. പക്ഷേ അതിനകത്ത് 3 കമ്പോണൻറ്റിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെ എപ്രകാരം റെപ്രസെൻ്റ് ചെയ്യണം എന്ന് ഗിബ്സും റോസ്ബൂമും കൂടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണെന്ന് നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. സൈഡ്സ് എല്ലാം ഈക്വലാണ്, ദെൻ ആംഗിൾസ് ഓൾസോ ഈക്വൽ. അത്തരത്തിലുള്ളൊരു സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് 3 കമ്പോണൻ്റ് സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നമുക്കിനി 3 കമ്പോണൻ്റ് സിസ്റ്റത്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതിൻ്റെ ഓരോ വെർട്ടീസസിനെയും നമ്മൾ ABC എന്ന് നെയിം ചെയ്യാം. 3 സൈഡുകളുണ്ട്, AB, AC, BC. At constant temperature and pressure, the equilibrium diagram for a 3 component system can be represented by using an equilateral triangle as shown in figure below. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. The various properties of the equilateral triangle are then used to discuss the phase diagram of the system. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ മാത്തമാറ്റിക്സിൽ നമ്മൾ കുറേ പ്രോപ്പർട്ടീസൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ കൂടി പറയാനായിട്ട് സാധിക്കും. അത്തരം പ്രോപ്പർട്ടീസ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ. The vertices A, B, C of the equilateral triangle represents 3 pure components. ഇനി നമ്മൾ പറയാൻ പോവുകയാണ്, നമ്മുടെ കയ്യിലൊരു 3 component സിസ്റ്റം ഉണ്ട് എന്ന് വെച്ചാൽ 3 കമ്പോണൻസ് ഒന്ന് ചേർന്നിരിക്കുന്നൊരു സിസ്റ്റം. കെമിക്കലി ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള 3 കമ്പോണൻസ്.
ആ 3 കമ്പോണൻറ്റിൻ്റെയും പ്യുവർ ഫോമിനെയാണ് ഈ പറഞ്ഞ എ ബി സി എന്ന പോയിൻറ്റ്സ്, അത് വെർട്ടീസസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കോർണേഴ്സ് എന്നൊക്കെ പറയും, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ 100% സി മാത്രമായിരിക്കും, ഒറ്റ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എടുത്തു കഴിഞ്ഞാലോ 100% ബി, ഇപ്പോഴത്തെ എടുത്തു കഴിഞ്ഞാൽ 100% എ. അപ്പോൾ ആ പോയിന്റിൽ 100% ആ കമ്പോണൻറ്റ് മാത്രമാണ്. വെർട്ടീസസ് ഓഫ് എ ബി സി ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ റെപ്രസെൻറ്റ്സ് ദ പ്യുവർ കമ്പോണൻറ്റ്സ്. Then the sides of the triangle represents composition of different binary systems. Side AB represents the composition of the binary system A plus B. On line AB, the concentration of component C is 0. Similarly, side BC and AC represents other two binary mixtures. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഓക്കെ, എയും ബിയും സിയും 100% ആ കമ്പോണൻറ്റ് മാത്രമാണുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ കാണുമ്പോൾ വിശദമായിട്ട് കാണാം എന്താണ് എന്ന്. ഇപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, എ ബി സി 3 കമ്പോണൻ്റ് ഉണ്ട്. ഉദാഹരണത്തിന് വാട്ടർ, അസറ്റിക് ആസിഡ്, ക്ലോറോഫോം, ഇത് 3 കൂടെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നു. അത് 3 കമ്പോണൻറ്റുകളാണ്. അപ്പോൾ എയിൽ ഇതിലേതെങ്കിലും ഒരു സ്പീഷീസ് മാത്രമേ ഉള്ളൂ 100%. നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുവാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും എയുടെ പെർസെൻറ്റേജ് കുറച്ച് കുറഞ്ഞു, ബി അതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സി പിക്ചറിലേക്ക് വരുന്നില്ല. അപ്പോൾ ഒരു ബൈനറി സിസ്റ്റമാണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴോ ഓൾമോസ്റ്റ് 50-50 എയും ബിയും ആണ്. ഇവിടെ എത്തിക്കഴിയുമ്പോഴോ ഒരു 90-10 ആയി. അപ്പോൾ അവിടെ ഏതാ കൂടുതൽ? ബി ആണ് കൂടുതൽ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ബി കൂടും, ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് എ കൂടും. അപ്പം ഈ എ ബി എന്ന് പറഞ്ഞ സൈഡ് ഒരു ബൈനറി സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യും. അതിൻ്റെ കോമ്പോസിഷൻസ് മാറിക്കൊണ്ടിരിക്കും ഇങ്ങോട്ട് മാറുന്നതനുസരിച്ച്. അപ്പം എയും ബിയും അതിനുണ്ട്. അതുപോലെ എ സി എടുത്തു കഴിഞ്ഞാലോ എയും സിയും മാത്രം, ബി സി എടുത്തു കഴിഞ്ഞാലോ ബിയും സിയും. അപ്പോൾ ആ ലൈൻസിലെ പോയിൻറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഗ്രാഫിനുള്ളിലേക്ക് കയറുന്നില്ല. അപ്പം എ ബി എടുത്തു കഴിഞ്ഞാൽ ആ ലൈനിൽ എവിടെയും സി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ 50-50 ആയിരിക്കും, അല്ലെങ്കിൽ 60-40 ആയിരിക്കും കോമ്പോസിഷൻസ്. 50-50 കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ ഇതാണ് രണ്ടാമത് മനസ്സിലാക്കേണ്ടത്. വെർട്ടീസസിൽ 100% പ്യുവർ കമ്പോണൻസ്, സൈഡ്സിൽ ബൈനറി സിസ്റ്റം എയും ബിയും ആണെങ്കിൽ എ ബിയിൽ കാണും. എനി പോയിൻ്റ് ഇൻസൈഡ് ദ ട്രയാങ്കിൾ റെപ്രസെൻറ്റ്സ് എ ടെർണറി സിസ്റ്റം. ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ പോയിൻറ്റിലും നമുക്ക് 3 സിസ്റ്റംസ് കമ്പോണൻസും ഉണ്ട്. അപ്പോൾ എയും ബിയും സിയും ഉണ്ട്. ഓൺ എനി ലൈൻ പാരലൽ ടു എ ബി, നമ്മൾ ഈ ലൈൻ വരയ്ക്കുന്നു, പാരലൽ ലൈനാണ്. ദ കോൺസെൻട്രേഷൻ ഓഫ് സി ഈസ് കോൺസ്റ്റൻറ്റ്. അതെന്തുകൊണ്ടാണ്? കാരണം ഇവിടെ 100 ആണ്. അതിന് പാരലായിട്ട് നമുക്കിവിടെ 10 ലൈൻസ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റും, ഇത് 90, ഇത് 80, 70, 60, 50, 40, 30, 20 ഇതിൻ്റെ സിയുടെ അളവ്. അപ്പം എ ബിക്ക് പാരലായിട്ടുള്ള ഏത് ലൈൻ വരച്ചാലും സിയുടെ അളവ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ സി 10% ആയിരിക്കും. ഇതാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് സി 20% ആയിരിക്കും. അതാണ് പറയുന്നത്. ഓൺ ലൈൻസ് പാരലൽ ടു എ സി ദ കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് കോൺസ്റ്റൻറ്റ്. ഓൺ ലൈൻസ് പാരലൽ ടു ബി സി കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് കോൺസ്റ്റൻറ്റ്. ഇതേപോലെ നമുക്ക് പറയാനായിട്ട് പറ്റും, ഇങ്ങനെയാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്. എയ്ക്കും സിക്കും പാരലായിട്ട് വരച്ചാൽ ബിയുടെ അളവ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ബിയുടെ അളവ് കോൺസ്റ്റൻറ്റ്, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ സിയുടെ അളവ് കോൺസ്റ്റൻറ്റ് ആയിരിക്കും. നമുക്കിങ്ങനെ ഓരോ കേസിലും വരയ്ക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് പറയാം അവിടെ അങ്ങനെ ആ ലൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊരു പോയിൻ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. കുറച്ചുകൂടി വിശദമായി നമുക്കൊരു എക്സാമ്പിൾ പഠിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ദെൻ ദ ട്രയാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് തിയറം. ഇനി നമ്മൾ അല്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ മാത്തമാറ്റിക്സ് നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾസിലേക്ക് വരുന്നു. 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം. ഇഫ് പെർപെൻഡിക്കുലേഴ്സ് ആർ ഡ്രോൺ ഫ്രം എനി ആർബിട്രറി പോയിൻറ്റ് പി ഇൻസൈഡ് അൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ടു ദ സൈഡ്സ്. നമ്മളൊരു പോയിൻ്റ് എടുത്തു, പി എന്ന് പറഞ്ഞൊരു പോയിൻ്റ്. അവിടുന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു 3 സൈഡിലേക്കും. ഇവിടേക്ക് വരച്ചു, ഇവിടേക്ക് വരച്ചു, ഇവിടേക്ക് വരച്ചു. ദെൻ ഇനി നമ്മൾ പറയുവാണ്
the sum of the length of these lines will be equal to sides of the triangle. അപ്പോൾ ഇവിടെ പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എന്നിലേക്ക് വരച്ചു, എല്ലിലേക്ക് വരച്ചു, എമ്മിലേക്ക് വരച്ചു. അപ്പോൾ പെർപെൻഡിക്കുലർസ് വരച്ചു വെച്ചു. ഇനി നമുക്ക് പറയാം പി എം പ്ലസ് പി എൻ പ്ലസ് പി എൽ ഈക്വൽ ടു എച്ച്. ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. In a mixture, the composition of each component is given by the distance of the point from the sides of the triangle opposite to the respective vertices A, B and C. നമുക്ക് ഈ പറഞ്ഞ പോയിന്റ് പി അതൊരു 3 കമ്പോണൻറ്റ് സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പം നമ്മളിവിടെ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഇപ്പോൾ വെള്ളം, അസറ്റിക് ആസിഡ്, നമ്മളൊരു ക്ലോറോഫോം എടുക്കുവാണെങ്കിൽ 10 ml വെള്ളവും 3 ml ക്ലോറോഫോമും 2 ml അസറ്റിക് ആസിഡും ആയിരിക്കും ഒരു പക്ഷേ സൂചിപ്പിച്ചിരിക്കുക. അതൊരു ടിപ്പിക്കൽ കോമ്പോസിഷനാണ്. അപ്പം നമുക്കറിയാം ഇതാണ് ആ പോയിന്റ് എന്ന്. അപ്പോൾ അതിൻ്റെ 3 എണ്ണത്തിൻ്റെയും അളവ് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് നോക്കാം. അപ്പം നമുക്ക് സിയുടെ അളവ് വേണമെങ്കിൽ നമുക്കിങ്ങനെ വരയ്ക്കാം. ഈ പോയിന്റിൽ കൂടെ നമ്മൾ ലൈൻ വരച്ചു, ഇതിന് പാരലായിട്ട് എ ബിക്ക് പാരലായിട്ട് വരച്ചു. അതായത് ഇൻ എ മിക്സ്ചർ ദ കോമ്പോസിഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഈസ് ഗിവൺ ബൈ ദ distance of the point from the sides of the triangle opposite to the respective vertices. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് എത്ര അകലെയാണെന്ന് നോക്കുന്നു. അപ്പോൾ നോക്കുക 30% ഇവിടെ സി. ഇനി ഇവിടേക്ക് വരച്ച് നോക്കുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ 10ൻ്റെ ഇതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് പറയാനായിട്ട് പറ്റും എത്രയുണ്ട് ബി എന്ന്. അപ്പോൾ ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്, ഏകദേശം ഒരു 40% കൂട്ടിക്കും, 40 അല്ലെങ്കിൽ 60% കൂട്ടിക്കും, 30, 60, 90. ഇനി നമുക്ക് എയുടെ അളവ് നോക്കണം. എയുടെ അളവ് നോക്കാൻ ഇങ്ങനെയാണ് നമ്മൾ വരച്ച് വരുന്നത്. ഇങ്ങനെ വരച്ച് കഴിയുമ്പം അതൊരു 10% ആയി കിട്ടും. അപ്പോൾ ഇവിടെ 100, ഇത് 90, 80, 70, 60 എന്ന് പറഞ്ഞ് നമുക്ക് 10 കിട്ടി. അപ്പോൾ നമുക്ക് 30, 60, 90, 10, 100 ഇങ്ങനെയാണ് നമ്മൾ ഓരോ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്, പോയിൻറ്റ്സിൻ്റെ അളവും. ഇൻ എ മിക്സ്ചർ ദ കോമ്പോസിഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഈസ് ഗിവൺ ബൈ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് ഫ്രം ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഓപ്പോസിറ്റ് ടു ദ റെസ്പെക്റ്റീവ് വെർട്ടീസസ് എ ബി. അപ്പം നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, സിയുടെ അളവ് വേണമെങ്കിൽ നമ്മളിങ്ങനെ വരയ്ക്കുന്നു, അത് 30%. ഇനി ബിയുടെ അളവ് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. സോ നമ്മളൊരു ദേശം മുമ്പ് വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊരു 60% ഉണ്ടെന്ന് കൂട്ടാം. ഇനി 55, 60 ഒക്കെ ആവാം. ഇനി എയുടെ ഇങ്ങനെ നമ്മൾ വരച്ച് പോയിരുന്ന് എവിടെയാണ് ഈ ലൈൻ വരയ്ക്കുന്നത് നോക്കും എയ്ക്ക്. അപ്പോൾ നോക്കിയുമ്പോൾ ഒരു 10 കൂട്ടാം. സോ അങ്ങനെയാണ് നമുക്ക് ഈ പോയിൻറ്റിൻ്റെ കോമ്പോസിഷൻസ് കണ്ടുപിടിക്കേണ്ടത്. ദ ഡിസ്റ്റൻസ് ഈസ് മെഷേർഡ് അലോങ് ദ ലൈൻ പാരലൽ ടു ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. അതായത് നമ്മൾ നേരത്തെ വരച്ച് വെച്ചാൽ ഇങ്ങനെ പാരലായിട്ട് വരച്ച് വയ്ക്കണം. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റൊരു മാർഗ്ഗമുണ്ട്. ദ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് സി ഇൻ ദ മിക്സർ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ലൈൻ എ ബി മെഷേർഡ് പാരലൽ ടു എ സി ആൻഡ് ബി സി. നമുക്ക് മോൾ ഫ്രാക്ഷൻസ് അല്ലെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് സി ഇൻ ദ മിക്സർ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ലൈൻ എ ബി. നമുക്ക് ഇതിൻ്റെ സിയുടെ അളവാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്, എ ബിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ്. ദെൻ അത് വെച്ച് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് അധികം വറി ചെയ്യേണ്ട, പിന്നീട് നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് കാണാം ഈ രീതിയിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ എക്സിയുടെ മോൾ ഫ്രാക്ഷൻസ് അറിയാമെങ്കിൽ ഇതാണ് നമ്മുടെ പോയിൻ്റ് പി. നമ്മളിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഇതിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു, ഇതിന് പാരലായിട്ട് വരയ്ക്കുന്നു. ഈ പോയിൻറ്റ്സ് എടുക്കുന്നു, x1 x2 എന്ന് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നു. അപ്പോൾ എക്സ് സി മോൾ ഫ്രാക്ഷൻ ഓഫ് എക്സ് സി അറിയണമെങ്കിൽ നമുക്ക് പി x1 ഓർ പി x2 കണ്ടുപിടിച്ചാൽ മതി. അതായത് ഈ ഡിസ്റ്റൻസ് പി x1 അല്ലെങ്കിൽ പി x2 കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 x2 ഈ ഡിസ്റ്റൻസ്. ഇനി എ കണ്ടുപിടിക്കണമെങ്കിൽ എയുടെ മോൾ ഫ്രാക്ഷൻ എക്സ് ഐ കണ്ടുപിടിക്കണമെങ്കിൽ ദിസ് ഇസ് ബി x2, എക്സ് ബി കണ്ടുപിടിക്കണമെങ്കിൽ എ x1. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് പിന്നീട് എക്സാമ്പിൾസ് കാണുന്ന സമയത്ത് ലാസ്റ്റ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് നമുക്ക് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പ്രാക്ടിക്കലിൽ ചെയ്യുമ്പം ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് അൺനോൺ കോമ്പോസിഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്.
തൽക്കാലം അതിനെക്കുറിച്ച് അധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്നും പ്രാക്ടിക്കൽസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് ആസ്പെക്റ്റ് മാത്രം വലിയ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. അടുത്ത വീഡിയോയിൽ നമ്മളൊരു സിസ്റ്റം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അന്നേരം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും.